സാധാരണ നമ്മൾ മാങ്ങാച്ചാർ ഇടുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ഉപ്പ് പിടിച്ചതിന് ശേഷം മാത്രമൊക്കെയല്ല കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അതിന് പച്ചമാങ്ങ 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് വേണ്ടുന്ന സാധനങ്ങൾ മാങ്ങ, പിന്നെ ശകലം വെള്ളം വേണം, പിന്നെ കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, ഇത്രയും സാധനം മതി. കൂടാതെ കരിയാപ്പിലയും. നമ്മൾ ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുന്നു. പച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പച്ചെണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനുള്ളതാണ്. ഏതെങ്കിലും ഓയിൽ നിങ്ങൾ എടുക്കുക. വെളിച്ചെണ്ണ ആയാലും മതി. കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, ഉലുവ ഇടുക. 2 ഉലുവ, ഫുള്ളായിട്ടുള്ള ഉലുവ, അതായത് പൊടിക്കാത്ത ഉലുവ 2 എണ്ണം ഇട്ട് കൊടുത്ത് അതും കൂടി പൊട്ടിച്ചെടുത്ത് കരിയാപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒഴിച്ച് അതിലേക്ക് 2 സാധനം ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് കഴിയുന്ന ഉടനെ നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ഉലുവയ്ക്ക് ഇത്തിരി മൂപ്പ് കൂടുതലാണ് കടുകിനേക്കാൾ. കടുക് പെട്ടെന്ന് അങ്ങ് പൊട്ടും. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ എണ്ണയ്ക്ക് നല്ലൊരു മണം വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോഴത്തേക്ക് കരിയാപ്പില കൊടുത്തു. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, നമ്മുടെ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കുക. അപ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന് ആ മാങ്ങയിലെ വെള്ളം അതിൽ കിടന്നത് വറ്റും. അല്ലെങ്കിൽ മാങ്ങയുടെ വെള്ളം അങ്ങോട്ട് ആ വെള്ളത്തിൽ തന്നെ അടങ്ങ് വെന്ത് കിട്ടും. നമുക്ക് 1 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. മാങ്ങ ഒന്ന് ഇളക്കി കഴിഞ്ഞൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ്. പുളിയുള്ള മാങ്ങയാണ്, അത് കണ്ട് ചേർത്തോണം. ഉപ്പിട്ട് കൊടുക്കുക. ഞാനിതിനകത്ത് ഒരു കാര്യം പറയാനൊക്കെ മറന്നുപോയി. ആദ്യമായി എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലൊരു മണം വരും. ഇല്ല പിന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ലൊരു മണം വരും. ഒത്തിരിയേറെ കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. മാങ്ങ ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും നമ്മൾ അച്ചാറുകൾക്ക് എടുക്കാറില്ലല്ലോ. നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി 3 എണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. തുള്ളി വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണം. കുറച്ച് ഒരു 2-3 സ്പൂൺ വെള്ളം. അപ്പോൾ ഒരു ചാറ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കല്ല് പോലെ എല്ലാം അങ്ങനെ ഡ്രൈ ആയിരിക്കും. ഒന്ന് തിളച്ച് കഴിയുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഒഴിച്ചിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ പുളിയും മിനിമൈസ് ചെയ്യാനായിട്ട് ഒരു 1/4 കഷ്ണം ശർക്കര ഇതിനകത്തേക്ക് ഇട്ടേക്കുക. നമുക്ക് ഇപ്പം തന്നെ, അതായത് ഇത് വെച്ചിരുന്ന് പഴകേണ്ട കാര്യമൊന്നുമില്ല, പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാർ. അധികം ദിവസം ഇരിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല, എന്നാലും ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചാൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതാണ് നമ്മുടെ ചൂട് അച്ചാർ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടോ ദോശയുടെ കൂടോ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്തിനു വേണേലും അച്ചാർ എടുക്കാം. അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഏതിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ് കാണിച്ചത്. ഇതിനകത്ത് എണ്ണയ്ക്ക് സഫോളയ്ക്ക് പകരം നിങ്ങൾക്ക്
പച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. ഞാനിവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സഫോള ഓയിലായതുകൊണ്ട് വേറെ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് സഫോളയിൽ ചെയ്തത്. ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു കാൽ കഷ്ണം ശർക്കര ഇട്ടേക്കണം അതിനകത്ത്. എങ്കിലേ ആ പുളിയും ഉപ്പും കൂടെ മിനിമൈസ് ആകത്തുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അവനവൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.